പ്രൈസ് ലോർഡ്. ബൈബിൾ ചരിത്രങ്ങളിലൂടെ ന്യായാധിപൻ്റെ പുസ്തകത്തിലെ ജെറുബ്ബാലിൻ്റെ ഉപനാരിയിലുണ്ടായ മകനായ അബിമേലെക്കിനെ കാണിച്ചിരിക്കുകയാണ്. ജെറുബ്ബാലിന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. കൂടാതെ അതിൽ 70 മക്കളുണ്ടായിരുന്നു. കൂടാതെ ഉപനാരിയിലൂടെ അബിമേലെക്ക് ഉണ്ടായി. ജെറുബ്ബാൽ വൃദ്ധനായി അവൻ മരണപ്പെട്ടു. അവൻ്റെ കാലത്തിന് ശേഷം രാജാവ് ആരാകും എന്നുള്ള രീതിയിൽ ഷെക്കിംഗാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ രാജാവ് ഷെക്കീം നിവാസിയായിരുന്നു അബിമേലെക്കിൻ്റെ അമ്മ. അബിമേലെക്ക് തൻ്റെ അമ്മയോട് ചെന്ന് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരായ 70 പേരെ ഇസ്രായേൽ ഭരിക്കണമോ അതോ ഞാൻ ഒറ്റയ്ക്ക് ഭരിക്കണമോ? അവൻ തൻ്റെ വംശജരോടും തൻ്റെ ബന്ധുജനങ്ങളോടും അമ്മയോടും ഇത് തുറന്നു പറഞ്ഞു. അവരെ കൂടിയാലോചിച്ചു. അബിമേലെക്കിലേക്ക് അവരെ ഹൃദയം ചാഞ്ഞു. അവരെല്ലാവരും ഒത്തുചേർന്ന് അബിമേലെക്കിനെ സപ്പോർട്ട് ചെയ്യാണ്. ഷെക്കീം നിവാസികൾ അവരുടെ ബാലിൻ്റെ ക്ഷേത്രത്തിൽ നിന്നും അബിമേലെക്കിന് വേണ്ടിയിട്ട് 70 വെള്ളി നാണയം എടുത്തു കൊടുത്തു. അവൻ അതുകൊണ്ട് കുറേ ചട്ടമ്പികളെ അവൻ്റെ അനുയായികളാക്കി. ആ ചട്ടമ്പികളെയും കൊണ്ട് അവൻ്റെ പിതൃഭവനത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് അവൻ്റെ സ്വന്തം രക്തത്താലുള്ള തൻ്റെ സ്വന്തം അമ്മയിലൂടെ അല്ലാതെ മറ്റമ്മമാരിലൂടെയുള്ള ആ 70 പേരെയും തെരഞ്ഞു പിടിച്ചു. ഒരു കല്ലിൽ 69 പേരെയും അവൻ ഒരു കല്ലിലിട്ട് കൊന്നു കളഞ്ഞു. അവനും ആ ചട്ടമ്പികളും. ഒരുവൻ യോത്തം എന്ന് പറയുന്നവൻ, ഏറ്റവും ഇളയവൻ, ജെറുബ്ബാലിൻ്റെ ഏറ്റവും ഇളയവൻ, അവൻ ഓടി രക്ഷപ്പെട്ടു. ഒളിച്ചിരുന്നതിനാൽ അവൻ രക്ഷപ്പെട്ടു. അതിനുശേഷം ഷെക്കേം നിവാസികൾ അവരുടെ നാട്ടിലെ ഒരു സ്തംഭമുണ്ടായിരുന്നു. അതിനടുത്ത് ഒരു ഓക്കുമരം ഉണ്ടായിരുന്നു. ആ ഓക്കുമര ചുവട്ടിൽ വെച്ചിട്ട് അവനെ രാജാവായിട്ട് വാഴിച്ചു. ഇത് കേട്ട് ഏറ്റവും ഇളയവൻ, രക്ഷപ്പെട്ടവൻ, ഒളിച്ചോടിയവൻ യോത്തം, അവൻ ഗെരിസിം മലയുടെ മുകളിൽ നിന്ന് ശാപവാക്കുകൾ ഉരുവിട്ടു. ഷെക്കീം നിവാസികളെ, മറ്റു ജനങ്ങളെ, നിങ്ങൾ ചെയ്യുന്നത് പരമാർത്ഥ ഹൃദയത്തോടെയാണെങ്കിൽ അബിമേലെക്കിനും നിങ്ങൾക്കും സന്തോഷമുണ്ടാവട്ടെ. അതല്ല എങ്കിൽ എൻ്റെ പിതാവിനോട് നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് ശിക്ഷ ഉറപ്പ്. എൻ്റെ പിതാവ് നല്ല കാര്യങ്ങളാൽ നിങ്ങളെ മിദ്യാൻകാരിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി. പക്ഷെ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ മക്കളെ 70 പേരെയും കൊന്നു, 70-ൽ 69 പേരെയും കൊന്നു. 70-ാമനായ ഞാൻ ഓടി രക്ഷപ്പെട്ടു. ആയതിനാൽ എനിക്കിന്ന് ജീവനുണ്ട്. അല്ലാത്ത പക്ഷം, നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെ അല്ലാത്ത പക്ഷം നിങ്ങൾ തമ്മിൽ അഗ്നി ഇറങ്ങി ജീവനൊടുക്കട്ടെ എന്ന് ശപിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് വിട്ടുപോയി പലായനം ചെയ്തു. അബിമേലെക്കിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി. കാലങ്ങൾക്ക് ശേഷം അബിമേലെക്ക് ഏകദേശം 3 വർഷം ഇസ്രായേൽ ഭരിച്ചു എന്ന് പറയണം. അതിനിടയിൽ ഷെക്കോം നിവാസികളുടെ ഇടയിലും അബിമേലെക്കിൻ്റെ ഇടയിലും ദൈവം ഇത് കണ്ടിട്ട് ഒരു ദുരാത്മാവിനെ അയക്കുകയാണ്. ആ ദുരാത്മാവ് മൂലം അവർ തമ്മിൽ അറിയാത്ത രീതിയിൽ പതുക്കെ സ്വരച്ചേർച്ചയുണ്ടാകുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു.
തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവൻ്റെ സൈന്യം, അബിമേലെക്കിൻ്റെ സൈന്യം, അവൻ കുറേ സൈന്യങ്ങൾ വെച്ചിട്ട് അവനെ ഉപദ്രവിക്കുന്ന ഷെക്കേം നിവാസികളെ, തൻ്റെ ബന്ധുജനങ്ങളെ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. തമ്മിൽ തല്ലായി. അങ്ങനെ കൂട്ടം കൂടി അവൻ കുറേ പേരെ, ആയിരങ്ങളെ, തൻ്റെ ഷെക്കേം നിവാസികളെ കൊന്നൊടുക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവൻ യുദ്ധം ചെയ്ത് പല പട്ടണങ്ങളും അവൻ പിടിച്ചടക്കുന്നു. അവസാനം അവൻ ലാസ്റ്റ് ഒരു വലിയൊരു ഗോപുരമുള്ള സ്ഥലത്തെത്തുകയാണ്. ആ സ്ഥലത്ത് ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇവൻ്റെ വരവ് കണ്ട് ഓടി അകത്ത് കയറി. അവൻ വിറകും അഗ്നിയും എല്ലാം കയ്യിലുണ്ട്. അവൻ യുദ്ധം ചെയ്ത് അവിടെയെല്ലാം യുദ്ധം ചെയ്ത് അവനെ ആ ഗോപുരത്തിന്, ആ ബലിഷ്ഠമായ ആ വലിയ ഗോപുരത്തിന് അവൻ അഗ്നിയിടാനായിട്ട് തയ്യാറാവുകയാണ്. ആ സമയത്ത് ആ ഗോപുരത്തിൽ നിന്നും ഒരു സ്ത്രീ, ഒരുവള്, അവനത് കണ്ടു, ഒരു തിരികല്ല് കെട്ടി എറിയുകയാണ്. അത് അവൻ്റെ തലമണ്ടയിൽ ചെന്ന് വിട്ടു. തലമുണ്ടയിൽ കൊണ്ടപ്പോൾ തന്നെ അവൻ ആ ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരോട് പറയുകയാണ്, നീ ആ വാളൂരി എന്നെ വെട്ടിക്കൊന്നുകളയൂ, അതല്ലെങ്കിൽ അവൾ ഒരു സ്ത്രീ എന്നെ തിരികല്ല് കൊണ്ട് കൊന്നു എന്നുള്ള ഒരു പേര് ദോഷം എനിക്ക് വരും, എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹപ്രവർത്തകരെ കൊണ്ട് അവനെ കൊല്ലിക്കുകയാണ്. അബിമേലെക്ക് അവിടെ തീരുകയാണ്. അബിമേലെക്കിൻ്റെ പ്രവൃത്തിക്ക് ദൈവം ശിക്ഷ കൊടുത്തു. സ്ത്രീയുടെ ആ ഒരു എറിയിൽ തന്നെ അവൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെടുകയാണ്. അതിനുശേഷം അവിടെ വെച്ച് അവൻ മരണപ്പെട്ടു. അബിമേലെക്ക് ഇവിടെ അവസാനിക്കുന്നു.